السلام عليكم ورحمة الله وبركاته. الحمد لله الذي أثنى على عباده المحسنين وأورثهم جنات النعيم وأكرمهم بالنظر إلى وجهه الكريم، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن نبينا محمدا عبد الله ورسوله الأمين. اللهم صل وسلم وبارك عليه وعلى آله وصحبه والتابعين. أما بعد، فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. وإن تحسنوا وتتقوا فإن الله كان بما تعملون خبيرا. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്ത് നിസായിലെ 128 ആയത്താണ് തഖ്വ കൊണ്ട് ഉപദേശിച്ചപ്പോൾ ഞാനും നിങ്ങളും ഇന്ന് കാതോർത്തത്. അള്ളാഹുവിനെ സൂക്ഷിക്കുക, നന്മകൾ ചെയ്യുക. അള്ളാഹുവിനെ സൂക്ഷിക്കുകയും നന്മകൾ ചെയ്യുകയുമാണെങ്കിൽ ഫഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തെ സംബന്ധിച്ചും അള്ളാഹു അതിസൂക്ഷ്മമായി അറിയുന്നവനാണ്, സൂക്ഷ്മജ്ഞാനിയാണ് എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മയുള്ളവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കാണാൻ ഒരാൾ നല്ലവനാകുന്നത്, നന്മയുള്ളവനാകുന്നത് എങ്ങനെയാണ് എന്ന്. സുമനസ്സുകളെ എല്ലാവർക്കും സ്നേഹമാണ്, ഇഷ്ടമാണ്. നല്ല മനസ്സുള്ള ആളുകളെ അള്ളാഹുവും ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം നന്മയുള്ളവരെ പരിഗണിക്കുന്നു എന്നുള്ളത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതുമ്പോൾ നമുക്ക് മനസ്സിലാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ഏറ്റവും നല്ലൊരു മാതൃകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരിക്കൽ നടന്നു പോകുമ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നബിയുടെ കൂടെ ഇങ്ങനെ നടക്കുന്നതിനിടയിൽ നബി ഒരു പുതപ്പ് പുതച്ചിട്ടുണ്ട് ശരീരത്തിൽ മുഴുവൻ. ആ പുതപ്പാകട്ടെ വല്ലാത്ത ശക്തമായ പരുക്കൻ തുണി കൊണ്ടുള്ള ഒരു പുതപ്പുമാണ്. അതിൻ്റെ വക്കുകൾ കുറച്ച് ഹാർഡാണ്, വല്ലാത്ത ബലമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അണിഞ്ഞിങ്ങനെ നടക്കുന്നതിനിടയിൽ ഒരു അഅറാബി, ഗ്രാമീണനായ ഒരാൾ നബിയുടെ അരികിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം ആലിംഗനം ചെയ്തു. നബി അതിശക്തമായി നബിയെ കെട്ടിപ്പിടിച്ചപ്പോൾ നബിയുടെ മേലുണ്ടായിരുന്ന ആ തിരുദേഹത്ത് കിടന്നിരുന്ന ആ പുതപ്പിന്റെ വക്കുകൾ അവിടുത്തെ കഴുത്തിൽ ഇങ്ങനെ ഇറുക്കി പിടിക്കുന്നതായി, അവിടെ ഇങ്ങനെ ഉരസുന്നതായി ഞാനിങ്ങനെ കണ്ടു. അനസ് റളിയല്ലാഹു അൻഹു ഒരു ചെറിയ മോനാണ്, ചെറിയ കുട്ടിയാണ്. ആ സമയത്ത് നബിക്ക് വേദനിക്കുന്നത് ശരിക്ക് കണ്ട ആൾ അനസ് റളിയല്ലാഹു അൻഹു ആണ്. നബിയുടെ കഴുത്തിലേക്ക് ഞാൻ നോക്കി. അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, നബിയുടെ കഴുത്തിലേക്ക് ഞാൻ നോക്കിയപ്പോൾ അതാ അവിടെ ഈ കട്ടിയാർന്ന പരുക്കനാർന്ന ആ പുതപ്പിന്റെ അടയാളങ്ങൾ നബിയുടെ മനസ്സിൽ, നബിയുടെ ദേഹത്തെ വേദനിപ്പിക്കുമാർ അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ പിടുത്തം വിട്ടിട്ട് ആ വന്ന സ്വഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, യാ മുഹമ്മദ്. റസൂലല്ലാഹ് എന്നല്ല അയാൾ വിളിച്ചത്, യാ മുഹമ്മദ്. ഗ്രാമീണനായ ഒരാളാണ്, അത്ര പരിജ്ഞാനമേ ഉള്ളൂ. മുഹമ്മദേ, നിന്റെ ധനത്തിലുള്ളതിൽ എന്താന്ന് വെച്ചാൽ ബാക്കിയുള്ളതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഒന്ന് തരണം. ഇപ്പൊ കയ്യിൽ എത്ര ഉള്ളത്, എന്തെങ്കിലും ഒന്ന് എനിക്ക് തരണം എന്ന് പറഞ്ഞു. നബിയെ വേദനിപ്പിച്ചു, നബിയോട് പണവും ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇൽതഫത ഇലൈഹി, അയാളിലേക്ക് തിരിഞ്ഞു. വല്ലാഹിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പുഞ്ചിരി തൂകി. വേദനിക്കുന്ന നിമിഷങ്ങൾ നബിയുടെ മനസ്സിനെ ശരീരം കൊണ്ട് വേദനിപ്പിച്ചപ്പോ, സമ്പത്ത് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരി തൂകി അയാളെ എതിരേറ്റതും അയാൾ അഭിമുഖീകരിച്ചതും അനസ് റളിയല്ലാഹു അൻഹു പറയാതെ പോയില്ല. ലോകത്തിന് ഒരു സുമനസ്സിന്റെ നന്മയുള്ള ഒരു വ്യക്തിയുടെ ഒരു ജീവിതത്തെ കാണിച്ചു തരികയാണ് ആ പ്രവാചകാനുചരൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെ ഉണ്ടായിരുന്ന അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താ ഉള്ളത് വെച്ചാൽ അയാൾക്ക് നൽകണമെന്നാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയെയാണ് ഞാനും നിങ്ങളും മാതൃകയാക്കുന്നത്. ആ നബിയിലൂടെയാണ് നമ്മുടെ മനസ്സുകളിലുള്ള എല്ലാ പകയെയും കറകളെയും വിദ്വേഷങ്ങളെയും വൈരാഗ്യങ്ങളെയും നമ്മൾ എടുത്തു കളയുന്നത്. അവിടെ എല്ലാ നന്മകളും നിറക്കാൻ, നിക്ഷേപിക്കാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുന്നത് ആ നബിയെ കണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര മാതൃകയാണ്. നബി മാത്രമല്ല, അമ്പിയാക്കൾ മുഴുവൻ അങ്ങനെയാണ്. ഒരുപാട് ദ്രോഹിക്കപ്പെട്ട ഒരു നബിയെ സംബന്ധിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അതിസുന്ദരമായ കഥ പറഞ്ഞു. അതുപോലത്തെ ഒരു കഥ ലോകത്തൊരാൾക്കും പറയാൻ പറ്റൂല.
യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥ 100ഓളം ആയത്തുകളിൽ നിറഞ്ഞു നിൽക്കുന്ന അള്ളാഹുവിന്റെ സുന്ദരമായ ഒരു ആഖ്യാന രീതികളെ അത് നമുക്ക് പഠിക്കാനാകും. തന്നെ ദ്രോഹിച്ച, തന്നെ വേദനിപ്പിച്ച, തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച സഹോദരന്മാരെ കണ്ടുമുട്ടിയപ്പോ ആ സഹോദരന്മാര് പറഞ്ഞു, ഇന്നാ ലനറാക മിനൽ മുഹ്സിനീൻ, നന്മയുള്ള ആളുകളുടെ കൂട്ടത്തിലായിട്ടാണ് അങ്ങേ ഞങ്ങൾ കാണുന്നത്. ഇത് സഹോദരന്മാരാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴും തന്നോട് ചെയ്ത ദ്രോഹത്തിന് പ്രതികാര നടപടിയെടുക്കാൻ, അല്ലെങ്കിൽ ഒരു പ്രതികാര ബുദ്ധിയോടെ, വൈരാഗ്യ ബുദ്ധിയോടെ അവരെ എതിരിടാൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തയ്യാറായില്ല. ഏറ്റവും വലിയൊരു മാതൃകയാണ്. മനസ്സിലെ വെറുപ്പുകളെ, മനസ്സിലെ വൈരാഗ്യ ബുദ്ധികളെ ഒരു വിശ്വാസി മാറ്റിയെടുക്കണം. അവന്റെ മനസ്സിൽ അങ്ങനെ ഒരു പ്രതികാര ബുദ്ധി തോന്നാൻ പാടില്ല. നന്മയുള്ളവൻ, ആളുകൾ ഇങ്ങോട്ട് ദ്രോഹിച്ചു എന്ന് കരുതി തിരിച്ച് ദ്രോഹിക്കേണ്ടവനല്ല വിശ്വാസി. കുറെ ആൾക്കാർ പറയും, അയാൾ എന്നെ ദ്രോഹിച്ചിട്ടാ, അയാൾ എന്നെ ഉപദ്രവിച്ചിട്ടാ, അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കണ്ടേ, ഒരു പാഠം പഠിപ്പിക്കണ്ടേ. ഒരു വൈരാഗ്യ ബുദ്ധിയെ വളർത്തിയെടുക്കുന്ന ആളുകൾ ചുറ്റുപാട് നമുക്ക് കാണാൻ കഴിയും. ഒരു മൂമിൻ അങ്ങനല്ല. മൂമിൻ ഒരു മുഹ്സിനാൻ, നന്മയുള്ളവർ, മറ്റുള്ളവർക്ക് താങ്ങും തണലുമായി ഏറ്റവും നല്ല നന്മയുള്ള വ്യക്തിയായി കഴിയേണ്ടവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ആദരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളിലൂടെ റബ്ബ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ മനസ്സുകളെ വിപുലീകരിക്കാനാണ് ഈ കഥകൾ അള്ളാഹു പറഞ്ഞു തരുന്നത്. വൈരാഗ്യ ബുദ്ധി വരും, നൈസർഗികമാണ്. പലപ്പോഴും ചില ആളുകൾ കാട്ടിയ ദ്രോഹം കാണുമ്പോൾ ഒന്നും കൊടുക്കണ്ടെന്ന് തോന്നും, അല്ലേ? അയാൾക്ക് ഞാനൊന്നും ചെയ്യൂല എന്നും പറയും. ആര് പറഞ്ഞതുപോലെ നന്മയുടെ ഏറ്റവും വലിയ മാതൃകയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരുപാട് നന്മ ചെയ്തു കൊടുത്ത ആളാണ്. മിസ്തഹ് ഇബ്നു ഉസാസ റളിയല്ലാഹു അൻഹു, മിസ്തഹ് റളിയല്ലാഹു അൻഹു സൂറത്തുൻ നൂറിൽ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വിശുദ്ധിയെ സംബന്ധിച്ച് അള്ളാഹു ഒരു ആയത്ത് ഇറക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് അപവാദങ്ങൾ മദീനയിൽ പ്രചരിപ്പിച്ചപ്പോ അത് പ്രചരിപ്പിച്ച ആളുകളുടെ കൂടെ അറിയാതെ നാവിൽ നിന്ന് പലതും പറഞ്ഞു പോയവനാണ് മിസ്തഹ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം കുടുംബക്കാരനാണ് എന്ന പരിഗണന, ദരിദ്രനാണ് എന്ന പരിഗണന ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് നന്മകൾ ചെയ്തു കൊടുത്തിരുന്ന ആളാണ്. പക്ഷേ സ്വന്തം മോളെ പറ്റി അപവാദം പറഞ്ഞപ്പോ, ഏറ്റവും നല്ലൊരു മഹദിയെ പറ്റി ദുഷിച്ച വാക്കുകൾ പറഞ്ഞപ്പോ, ദുഷിച്ച വാക്കുകൾ പറഞ്ഞ ആളുകളുടെ കൂടെ കൂടിയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ലാ ഉൻഫിഖു അലാ മിസ്തഹിൻ ഷൈഅൻ അബദാ, മിസ്തഹിന് ഞാൻ ഒന്നും ഇനി കൊടുക്കൂല, ഇനി ഒന്നും ചെയ്യൂല. ഇതുവരെ ചെയ്ത നന്മകൾ ഞാൻ നിർത്തി, ഇനി ഞാൻ നന്മകൾ ചെയ്യൂല, ഒരു സംഗതിയും ഇനി ഞാൻ മിസ്തഹിന് നൽകൂല എന്ന് ശപഥം ചെയ്തു വന്നാൻ വിശുദ്ധ ഖുർആനിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള വിശ്വാസികളുടെ ഹൃദയങ്ങളെ തിളക്കമാർക്കുന്ന ആയത്തുകൾ അള്ളാഹു അവതരിപ്പിച്ചു. അത് എനിക്കും നിങ്ങൾക്കും ഓതാനുള്ളതല്ല, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ്. റബ്ബ് പറയുന്നു സൂറത്തുൻ നൂറിന്റെ 22-ാമത്തെ ആയത്ത്, ഈ ഖുതുബ കഴിഞ്ഞ് പ്രിയപ്പെട്ടവരെ വീട്ടിലേക്കൊന്ന് പോകുമ്പോൾ ഒഴിഞ്ഞിരിക്കുമ്പോൾ ആയത്തൊന്ന് വായിക്കണം. ആ ആയത്തിലുള്ള പ്രത്യേകതകളെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണം. അതിന്റെ വിശദീകരണങ്ങൾ വായിക്കുമ്പോൾ ഞാനും നിങ്ങളും എത്ര മാറാനുണ്ട് എന്ന് അള്ളാഹു നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അതിന്റെ ഒരു വാചകം റബ്ബ് സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞു, വലാ യഅ്തലി ഉലുൽ ഫളിൽ മിൻകും, നിങ്ങൾ ഫളിലുള്ള ആൾക്കാർ, അല്ലെ? നമുക്കൊക്കെ കുറെ ഫളിലുണ്ട്, കുറെ ശ്രേഷ്ഠതകളുണ്ട്, മഹത്വങ്ങളുള്ള ആളുകള് ഒരിക്കലും ഒരാൾക്കും ഒന്നും കൊടുക്കൂല എന്ന് പറഞ്ഞ് ശപഥം ചെയ്യാൻ പാടില്ല. നല്ല ആൾക്കാർ ഒരിക്കലും ഒരാളെ ഞാൻ പരിഗണിക്കൂല എന്ന് പറഞ്ഞ് സത്യം ചെയ്യാൻ പാടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ആയത്ത് ഇറങ്ങിയത് മുതൽ അവതരിപ്പിച്ചപ്പോ, ആ ആയത്ത് അവതീർണമായപ്പോ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബലാ വല്ലാഹി ഇന്നി ലഉഹിബ്ബു അൻ യഗ്ഫിറല്ലാഹു ലി, പടച്ചോനാണ്, അള്ളാഹുവാണ് സത്യം, അള്ളാഹു പുറത്തു തരാൻ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നവനാണ്. കാരണം ആ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കുറെ പ്രത്യേകതകൾ പറഞ്ഞു. ഫളിലുള്ള ആൾക്കാർ ഒരിക്കലും ആർക്കും ഒന്നും നൽകില്ല എന്ന് പറഞ്ഞ് ശപഥം ചെയ്യരുത്. നേരെ മറിച്ച് അവർ ചെയ്യേണ്ടത് എന്താ? വല്യഅഫു വല്യസ്ഫഹു, മാപ്പൊടുക്ക. ഇങ്ങോട്ട് ഉപദ്രവിച്ച ആൾക്കാരുണ്ടാവും, അവിടെ കാണിക്കേണ്ട ഒരു ഹൃദയ വിശാലത ഉണ്ട്. മആഫ് വല്യഅഫു, അവർ മാപ്പ് നൽകട്ടെ. വല്യസ്ഫഹു, അവർ വിട്ടുവീഴ്ച ചെയ്യട്ടെ. കാരണം എന്താ? നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന്? വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു അങ്ങേറ്റം പൊറുക്കുന്നവനും റഹീമുമാണ് എന്ന് ആയത്തിറങ്ങിയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്ത ശപഥത്തിൽ നിന്ന് വിഷമിക്കുകയാണ്. ഞാൻ എല്ലാം കൊടുക്കും, ഇനി മരണം വരെ എനിക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അത് മുഴുവൻ ഞാൻ മിസ്തഹിന് നൽകുമെന്നാൻ. ആ ജീവിതത്തിൽ ഒരു വലിയ പാഠം പ്രിയപ്പെട്ടവരെ നമുക്ക് പഠിക്കാനുണ്ട്. ഈ ആയത്ത് സൂറത്തുൻ നൂറിന്റെ 22-ാമത്തെ ആയത്തുകളിലേക്ക് നമ്മൾ മടങ്ങണം. ജീവിതത്തിലെ എല്ലാ പകയും മറ്റുള്ളവരോട് തോന്നിയ വൈരാഗ്യവും വിദ്വേഷങ്ങളും ഒക്കെ മാറ്റിവെക്കാൻ ഈ വിശുദ്ധ ഖുർആനിന്റെ ആയത്തിനെ കൊണ്ട് നമുക്ക് സാധിക്കണം. ഖുർആൻ നമ്മളെ കഴുകിക്കളയും, നമ്മളെ ഹൃദയത്തെ ഇങ്ങനെ കഴുകും. കുറെ കറകളുണ്ട്,
കുറെ കരടുകളുണ്ട്, കുറെ പോരായ്മകളുണ്ട്. അത് കഴുകാനുള്ള ഒരു ആയത്താണ് ഈ 22-ാമത്തെ ആയത്ത്. പ്രിയപ്പെട്ടവരെ, ചില ആൾക്കാരൊക്കെ പറഞ്ഞേ കേൾക്കാം, ഞാൻ കുറെ കടം കൊടുത്തതാ. പ്രത്യേകിച്ച് കടം പലരും ചോദിക്കും. കുറെ ആൾക്കാർ കടം കൊടുക്കും, പക്ഷെ തിരിച്ചു കൊടുക്കുന്ന ആൾക്കാര് മാന്യന്മാരാണ്. പക്ഷെ പല ആളുകളും അതിൽ മാന്യത കാണിക്കുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ഈ കൊടുത്ത ആൾക്കാർ പിന്നെ പറയും, അയാൾക്ക് കൊടുത്താൽ അയാൾ തരൂല, ഇനി ഞാൻ മേലാൾക്ക് അയാൾക്ക് കടം കൊടുക്കൂല എന്ന് പറയും. എന്തിനാ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്? അയാളുടെ സ്വഭാവം കേടുവന്നു എന്ന് കരുതി നമ്മൾ നമ്മുടെ സ്വഭാവത്തെ കേടുവരുത്തണോ? അയാൾ മോശമായി എന്ന് കരുതി നമ്മൾ മോശമാകണോ? തിന്മകളെ നന്മകൾ കൊണ്ട് തടുക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞു, ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സനു സയ്യിഅ, തിന്മകളെ ഏറ്റവും നന്മകൾ കൊണ്ട് എതിരിടുക. ഒരാൾ ഇങ്ങോട്ട് ഉപദ്രവിച്ചു എന്ന് കരുതി തിരിച്ചു ഉപദ്രവിക്കരുത്. അയാൾക്ക് നാശം വിതക്കാനുള്ള പ്രവർത്തനം ചെയ്യരുത്. നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുക. നഹ്നു അഅലമു ബിമാ യസിഫൂൻ, റബ്ബ് പറയുന്നു, അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി, അവർ ചെയ്യുന്നതിനെ പറ്റി, അവരുടെ വിശേഷണങ്ങളെ പറ്റി ഞാൻ ഏറ്റവും അഅലമാണ്. അല്ലാഹു അഅലം, അല്ലാഹു നന്നായി അറിയുന്നവനാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു തആല പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നന്മകൾ മറ്റുള്ളവർക്ക് നൽകുന്നതിൽ ഒരു പിശുക്കും വേണ്ട. നന്മകൾ ചെയ്ത് ഏറ്റവും നല്ല സുമനസ്സുകളായി ജീവിക്കുക. നന്മകൾ ചെയ്യേണ്ടത് ലോകത്ത് ഒരുപാട് ആളുകൾക്ക് ചെയ്യും, പക്ഷേ അടുത്തു നിൽക്കുന്ന ആളുകൾക്ക് അവരേറ്റവും കൂടുതൽ അർഹതപ്പെട്ടവരാണ്. നമ്മുടെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം. അവരെന്നോ പറഞ്ഞ വാക്കും പ്രവൃത്തിയിലും വെറുപ്പും വൈരാഗ്യവും അതല്ലെങ്കിൽ വിദ്വേഷവും ഒക്കെ വെച്ച് പുലർത്തി സഹോദരന്മാർക്കിടയിൽ പടലപ്പിണക്കങ്ങളുമായി കഴിയുന്നവർക്ക് വിശുദ്ധ ഖുർആന്റെ ആയത്ത് കഴുകിക്കളയാനുള്ളതാണ്. ആ ആയത്തിനാൽ നമ്മുടെ ഹൃദയം കഴുകാനുള്ളത്, ആ കറകളെ മാറ്റിവെക്കാനുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞു, വഅബ്ദുല്ലാഹ വലാ തുശ്രികു ബിഹി ശൈഅ, അല്ലാഹുവിനെ ആരാധിക്കുക, അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. വബിദിൽ ഖുർബ, കുടുംബ ബന്ധമുള്ളവൻക്ക് നന്മ ചെയ്യുക. വൽ യതാമ, യതീമുകൾക്ക് നന്മ ചെയ്യുക. വൽ മസാകീൻ, പാവപ്പെട്ട കുറെ ആൾക്കാരുണ്ട്, അവർക്ക് നന്മ ചെയ്യുക. വൽ ജാരിദിൽ ഖുർബ, അടുത്ത ബന്ധുവായ ഒരു അയൽവാസി ഉണ്ടാവും, കുടുംബ ബന്ധമുള്ള അയൽവാസി, ആ കുടുംബ ബന്ധമുള്ള അയൽവാസിക്ക് നന്മ ചെയ്യുക. വൽ ജാരിൽ ജുനുബ്, അകന്നു നിൽക്കുന്ന അയൽവാസികൾ ഉണ്ടാകും, അല്ലെ, കുടുംബ ബന്ധമില്ലാത്ത അല്ലാത്ത അയൽവാസികൾ, അവർക്കും നന്മ ചെയ്യുക. വസ്സാഹിബി ബിൽ ജംബ്, അടുത്തു നിൽക്കുന്ന സുഹൃത്തിനും നന്മകൾ ചെയ്യുക. വബ്നിസ് സബീൽ, വഴിയാത്രക്കാർക്ക് നന്മകൾ ചെയ്യുക. നന്മയുടെ വാതായനങ്ങളെ പല രൂപങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു പോകുന്നത് വിശുദ്ധ ഖുർആനിന്റെ അധ്യായങ്ങളിൽ കാണാം. അതൊക്കെ നമ്മള് മുഹ്സിനീങ്ങളിൽ ഉൾപ്പെടാനാണ്. അള്ളാഹു മുഹ്സിനീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ, അല്ലെ. ഒരു പകയും ഒരു വിദ്വേഷവും ഒരു വെറുപ്പില്ലാതെ ഹൃദയ വിശാലതയിൽ ജീവിക്കുന്ന ഏറ്റവും നല്ല നന്മ മരങ്ങളായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ജീവിതത്തിൽ മറ്റുള്ളവർക്ക് അല്ലെ, ഒരു പ്രവാസി എന്ന് പറഞ്ഞാൽ അതാണ്, പ്രഭ ഇങ്ങനെ ചൊരിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി കത്തിത്തീരുന്ന ഒരു മെഴുകുതിരി പോലെ ഒരു പ്രവാസി കഴിയുമ്പോ അവനോടൊരു മുഹ്സിൻ ആരാളുള്ളത്? അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും നല്ല മുഹ്സിനീങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. അമ്മാ ബഅദ്. നന്മയുള്ളവരെ, മനസ്സിൽ നന്മകളെ സൂക്ഷിക്കുന്നവരെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഒരു ഈമാനും ഈ ഒരു ഇഹ്സാനും മരണം വരെ നമ്മളിൽ നിലനിർത്തി തരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, അല്ലാഹു ചെയ്തു തന്ന നന്മകളെ ഓർത്ത് ജീവിക്കേണ്ടവനാണ് വിശ്വാസി എന്നാൻ. കുറേ നന്മകൾ അല്ലാഹു നമുക്ക് ചെയ്തു, അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കും നന്മ ചെയ്യേണ്ടവനാണ് ഒരു വിശ്വാസി. മറ്റുള്ളവൻ ഒരിക്കലും പ്രയാസപ്പെടുത്താൻ പാടില്ല. ഒരാളെ ആക്രമിക്കാതിരിക്കുക എന്ന് പറയുന്നത് പോലും ധർമ്മമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇങ്ങോട്ട് അക്രമം ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അങ്ങോട്ട് ആക്രമിക്കാതിരിക്കുന്നത് ധർമ്മമാണ്, സ്വതക്കയാണ് എന്ന് പറഞ്ഞ മതം അത് ഇസ്ലാമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഇസ്ലാമിക സൗന്ദര്യത്തെ അത്രമേൽ വിശാലമായി പരിചയപ്പെടുത്തുന്നു. റസൂലുള്ളാഹി അത് കാണിച്ചു തരുന്നു. റബ്ബ് പറഞ്ഞു, വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്, നീ നന്മ ചെയ്യും, മുഹ്സിനാവ്. ഏതുപോലെ അള്ളാഹ് ഒരുപാട് നന്മ ഒക്കെ ചെയ്തു തന്നിട്ടുണ്ടല്ലോ, കുറേ നന്മ അള്ളാഹ് തന്നില്ല, വാരിക്കോരി തന്നില്ലേ, അതേപോലെ മറ്റുള്ളവർക്കും നീ നന്മ ചെയ്യണമെന്നാണ് റബ്ബ് സുബ്ഹാനഹു തആല നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ നന്മക്ക് ഒരുപാട് പ്രതിഫലവും റബ്ബ് നൽകി നമ്മൾ ആദരിക്കും. നന്മക്ക് നന്മല്ലാതെ വേറൊന്നും കിട്ടൂല. നന്മ ചെയ്തവൻക്ക് നന്മല്ലാതെ വേറൊരു പ്രതിഫലമില്ല. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, നന്മക്ക് നന്മയല്ലാതെ വേറെന്താ ഉള്ളത്? അല്ലാഹു സുബ്ഹാനഹു തആല 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ കൂലി തരും എന്ന് പറഞ്ഞു. ആ കൂലി തരാന്ന് മാത്രമല്ല, ഒരു കൂലി പോലും നശിപ്പിക്കൂല എന്ന് അല്ലാഹു പറഞ്ഞു. ഇന്നല്ലാഹ ലാ യുദിഉ അജ്റൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങളുടെ ഒരു കൂലി പോലും, ഒരു അജ്ർ പോലും അല്ലാഹു ഒരിക്കലും പോക്കിക്കളയൂല, നഷ്ടപ്പെടുത്തൂല.
അതിന് അള്ളാഹു വാരിക്കോരി നൽകിക്കൊണ്ടേയിരിക്കും. സനസീദുൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങൾക്ക് ഞാൻ കുറെ കൊടുക്കുന്നതാണ്. നന്മയുള്ളവരാണോ? മനസ്സിൽ വിശാലതയുണ്ടോ? മനസ്സിൽ നന്മകളുണ്ടോ? സുമനസ്സുകളാണോ? അള്ളാഹു നൽകിക്കൊണ്ടേയിരിക്കും. വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. നമ്മൾ ഓതാറില്ലേ, അള്ളാഹ് തരുമ്പോ മനസ്സിന് വരുന്നൊരു തോന്നലുണ്ട്, ഒരു റിള. മതി റബ്ബേ, അത്രമേൽ തരും, അത്രമേൽ അള്ളാഹു നൽകുമെന്നാണ്. അള്ളാഹു നൽകട്ടെ. ചെയ്തതൊക്കെ ഒരുപാടുണ്ട്, ചെയ്തത് എടുത്തു പറയാനല്ല, ഇനിയും ചെയ്തുകൊണ്ടേയിരിക്കാൻ, നന്മകളിൽ ജീവിക്കാൻ, ഒരാളെയും ദ്രോഹിക്കാതിരിക്കാൻ, വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ മറ്റു പ്രവർത്തനങ്ങൾ കൊണ്ടോ ഇങ്ങോട്ട് ആക്രമിച്ചവനോട് ഹൃദയ വിശാലതയിൽ പെരുമാറാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രചോദിപ്പിക്കുകയാണ്. ഹൽ ജസാഉൽ ഇഹ്സാൻ ഇല്ലൽ ഇഹ്സാൻ. മുഹ്സിനാവുക പ്രിയപ്പെട്ടവരെ, നന്മ ചെയ്യുക പ്രിയപ്പെട്ടവരെ. അള്ളാഹു നൽകുന്നത് നന്മയാണ്. അള്ളാഹു നൽകുന്ന നന്മ എന്ന് പറഞ്ഞാല് നമ്മൾ ചെയ്തതിന്റെയൊക്കെ എത്രയോ 10 മടങ്ങുകളാണ്. വഅഹ്സിനു വഅഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. റബ്ബിന്റെ സ്നേഹമാണ്, റബ്ബ് സ്നേഹിക്കും. ലില്ലദീന അഹ്സനു അൽ ഹുസ്ന വസിയാദ. ഒരിക്കൽ റബ്ബ് പറഞ്ഞത് അതാണ്, നന്മ ചെയ്തോ അള്ളാഹു അവർക്ക് നന്മകളെ നൽകൂ, വസിയാദ, അധികരിപ്പിച്ചു നൽകും എന്ന് പറഞ്ഞു. എന്താ അധികരിപ്പിച്ച് നൽകുക? ചില മുഫസ്സിറുകൾ പറഞ്ഞു സ്വർഗമാണ്. ജിയാദ ബിമാന അൽ ജന്ന. അള്ളാഹു സ്വർഗം നൽകട്ടെ, അള്ളാഹു സ്വർഗം നൽകട്ടെ. ചെയ്ത നന്മകൾക്ക് അള്ളാഹു വലിയ പ്രതിഫലങ്ങൾ നൽകട്ടെ. ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകളിൽ അള്ളാഹു നിലനിൽപ്പ് നൽകട്ടെ. ചെയ്തു നിൽക്കുന്ന നന്മകളിൽ അള്ളാഹു ഇനിയും സജീവതയും ഉന്മേഷവും ആവേശവും അതിലൂടെയുള്ള സന്തോഷവും റബ്ബ് നമ്മുടെ കുടുംബങ്ങളിൽ നിലനിർത്തി തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വരാനിരിക്കുന്നത് സുന്ദരങ്ങളായ നാളുകളാണ്. മനസ്സുകളെ കഴുകി വിമലീകരിക്കുക. പരിശുദ്ധമായ റമളാനാണ്. മനസ്സുകളെ നന്നാക്കുക, നന്മ നിർഭരമാക്കുക. അള്ളാഹു റമളാനിലേക്ക് നമ്മൾ എത്തിക്കുമാറാവട്ടെ. നന്നായി ഖുർആൻ ഓതുക, ഖുർആനിലൂടെ നോമ്പുകളിലൂടെ ആ റമളാനിന് വേണ്ടി തയ്യാറെടുക്കുക. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങൾക്ക് ശുദ്ധി നൽകട്ടെ. നമ്മുടെ ഹൃദയങ്ങളിലെ കറകൾ അള്ളാഹു കഴുകിക്കളയുമാറാവട്ടെ. പടച്ച റബ്ബേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നാക്കി തരണേ. അള്ളാഹു ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശപൂരിതമാക്കി തരണേ, നന്മ നിർഭരമാക്കി തരണേ. മുഹ്സിനീങ്ങളിൽ ഉൾപ്പെടുത്തണേ റബ്ബേ, മുഹ്സിനീങ്ങളിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. അള്ളാഹു ആ മുഹ്സിനീങ്ങൾക്കുള്ള പ്രതിഫലം വിതരണം ചെയ്യുമ്പോൾ അള്ളാഹുവേ, നീ അതിൽ ഞങ്ങളെ സന്തോഷഭരിതരാക്കണേ. അള്ളാഹുവേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ അനുചരന്മാരുടെ മേലും അള്ളാഹുവേ നീ സ്വലാത്തും സലാമും വർഷിപ്പിക്കണമേ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക അൻ തുഅതിയ കുല്ല വാഹിദിൻ മിന്നാ മസ്അലത وتشرح صدره وتيسر أمره. اللهم اجعل لنا نصيبا من كل خير تقسمه ومن كل رزق تبسطه ومن كل رحمة تنشرها ومن كل سعادة تديمها. وبارك لنا في شعبان وبلغنا رمضان. اللهم اجعلنا بك مؤمنين ولك عابدين وإليك منيبين وبنبينا مقتدين وإلى خلقك محسنين وبوالدينا بارين. رب ارحمهم كما ربونا صغارا يا أرحم الراحمين. اللهم احفظ دولة الإمارات بحفظك وتولها برعايتك وحتها بعنايتك وأدم تلاحمها وتراحمها واستقرارها وازدهارها وقها حسد الحاسدين ومكر الماكرين وعدوان المعتدين وشر الأعداء والحاقدين يا رب العالمين. اللهم احفظ بحفظك صاحب الحكمة والشهامة والأيادي البيضاء الكريمة الشيخ محمد بن زايد رئيس الدولة، وأدم عليه لباس السداد والحكمة، ووفقه ونوابه وولي عهده الأمين والشيخ محمد بن راشد وولي عهده ونوابه وإخوانه حكام الإمارات وأولياء عهودهم لكل خير. اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين والشيخ مكتوم والشيخ خليفة وشيوخ الإمارات الذين انتقلوا إلى رحمتك، وادخلهم بفضلك فسيح جناتك، واشمل شهداء الوطن برحمتك وغفرانك. اللهم ارحم المسلمين والمسلمات الأحياء منهم والأموات. اللهم اسقنا الغيث ولا تجعلنا من القانتين. اللهم اغثنا، اللهم اغثنا، اللهم اغثنا. عباد الله، اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم. وأقم الصلاة.